മോഹൻലാൽ സിനിമകൾ റിലീസിനെത്തുമ്പോൾ ആരാധകർക്കൊക്കെ വലിയ പ്രതീക്ഷയാണ്. കാരണം ഈ അടുത്ത് റിലീസ് ചെയ്ത മോഹൻലാൽ സിനിമകൾക്കൊക്കെ നല്ല ഹൈപ്പ് കിട്ടിയിരുന്നു. ആരാധകർ അതൊരു ആഘോഷമാക്കി മാറ്റിയിരുന്നു. ഇപ്പോൾ നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്ന ഉദയനാണ് താരം റിലീസിനെത്താണ്. അതിനുള്ളിലെ പല കഥാപാത്രങ്ങളുണ്ട്. ശ്രീനിവാസനായിക്കോട്ടെ, ജഗതി ആയിക്കോട്ടെ, നമ്മൾ മറന്നിട്ടില്ല അതിലെ കഥാപാത്രങ്ങൾ. അതിലെ ഡയലോഗ് വരെ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഡയലോഗുകളാണ്. അപ്പം ആ സിനിമ എത്തുമ്പോൾ വീണ്ടും ആരാധകർ ഇതിനെ ഏത് രീതിയിൽ ഏറ്റെടുക്കും? മോഹൻലാൽ സിനിമകൾക്ക് ഇത്രയും നാൾ കിട്ടിയ ഹൈപ്പ് ഈ സിനിമയ്ക്കും കിട്ടുമോ? എങ്ങനെയായിരിക്കും ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് ആരാധകരുടെ ഭാഗത്തു നിന്നുണ്ടാവുക? ടിക്കറ്റ് കിട്ടാനുണ്ടാവുമോ എന്നൊക്കെയുള്ളൊരു ചർച്ചകളൊക്കെ ഇപ്പോൾ വരുന്നുണ്ട്. പക്ഷേ നമ്മൾ കണ്ടതാണ് മോഹൻലാലിൻ്റെ റൺ ബേബി റൺ അധികം വർക്കായില്ല. പക്ഷേ ചോട്ട മുംബൈ ഒക്കെ ഇറങ്ങിയ സമയത്ത് അങ്ങനെ തിയേറ്റർ അങ്ങ് പൂരപ്പുറമ്പാക്കിയെന്ന് നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിൽ ആരാധകർ തിയേറ്ററിലേക്ക് എത്തുന്നു, ആ റിലീസ് തിയേറ്ററിൽ കാണുന്നു എന്ന് പറയുന്ന ഒരു ഹൈപ്പ് മോഹൻലാൽ സിനിമകൾക്കുണ്ട്. അത് മോഹൻലാൽ സിനിമകൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. ഇപ്പം നമുക്കറിയാം മമ്മൂട്ടി സിനിമകളൊന്നും അത്തരം രീതിയിൽ വിജയിച്ചിട്ടുണ്ടായിരുന്നില്ല റിലീസിനെത്തിയ സമയത്ത്. അപ്പം ഈ ഒരു സിനിമ ഉദയനാണ് താരം എങ്ങനെയായിരിക്കും ആരാധകർ ഏറ്റെടുക്കുക, അല്ലെങ്കിൽ ഏറ്റെടുക്കുമോ എന്നൊക്കെയുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഇപ്പം ഉദയനാട് താരത്തിൻ്റെ സിനിമയിലേക്ക് എത്തുകയാണെങ്കിൽ ഇതിന് തൊട്ട് മുന്നേ ഇറങ്ങിയ റൺ ബേബി റൺ എന്ന് വെച്ചാൽ റിലീസിന് ഇറങ്ങിയ റൺ ബേബി റൺ അധികം വർക്കായിട്ടില്ല. ആളുകൾ ആ സിനിമ തിയേറ്ററിൽ എത്തിയതും പോയതും ആളുകൾ അറിഞ്ഞിട്ടില്ല. അപ്പം ലാലേട്ടൻ്റെ എല്ലാ സിനിമ കാണാനും ആരാധകർ കാത്തിരിക്കുകയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം റൺ ബേബി റണ്ണിന് റിപ്പീറ്റഡ് വാല്യൂ ഉണ്ട് ടി വിയിൽ അത് കാണുമ്പോൾ. പക്ഷേ ആ സിനിമ തിയേറ്ററിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ ആവശ്യം അവിടെ ഉണ്ടോ എന്നുള്ളത് തുടക്കം മുതലേ ഉള്ളൊരു ചോദ്യമായിരുന്നു. ഇന്നിപ്പോൾ ഇനി അടുത്തതായിട്ട് എത്തുന്നത് ഉദയനാണ് താരം എന്നുള്ള സിനിമയാണ്. അപ്പം ഇതിൻ്റെ ഒരു മെയിൻ ഘടകം എന്ന് പറയുന്നത് മോഹൻലാലും ശ്രീനിവാസനും ഒപ്പത്തിനൊപ്പം എന്നുള്ളൊരു രീതിയിൽ നല്ല കോംബോ, അതൊക്കെ ഒരു പച്ചാളം ബാസി അങ്ങനെയുള്ള ഒരുപാട് കഥാപാത്രങ്ങൾ, ക്രിസ്ത്യൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് കഥാപാത്രങ്ങളുള്ളൊരു സിനിമയാണ്. പക്ഷേ ഈ സിനിമ വലിയൊരു ആരാധകരെ വീണ്ടും തിയേറ്ററിലേക്ക് എത്തിക്കും എന്നതിന് നമുക്ക് എത്രമാത്രം ഉറപ്പ് പറയാൻ പറ്റും എന്നത് പറയാൻ പറ്റില്ല. കാരണം ഇതിന് മുൻപ് മോഹൻലാലിൻ്റെ റിലീസ് ചിത്രങ്ങൾ നമ്മളൊന്ന് പരിശോധിച്ചാൽ ദേവദൂത് ഒഴിച്ച് ബാക്കി എല്ലാ സിനിമകളും അത്യാവശ്യം മോഹൻലാലിൻ്റെ ഒരു മാസ് പരിവേഷമുള്ള സിനിമകളാണ് അത്രയും ഓടിയിട്ടുള്ളത്. ഇപ്പം ചോട്ട മുംബൈ ആണെങ്കിൽ ഒരു മാസ് പരിവേഷമുണ്ട്, അതോടൊപ്പം തന്നെ അതിലൊരു കോമഡിയും ഉണ്ട്. അപ്പം അതിൻ്റെ ഒരു വലിയൊരു ഘടകം ആ സിനിമയ്ക്ക് വീണ്ടും വലിയൊരു നേട്ടം, 4 കോടിയിലധികം കളക്ഷൻ ഉണ്ടാക്കാൻ ആ സിനിമയെ സഹായിച്ചിട്ടുണ്ട്. അതേപോലെ രാവണപ്രഭു, അതിലും അത്തരത്തിലുള്ളൊരു മാസ് പരിവേഷമാണ്, അടിപൊളി ഡാൻസ് പാട്ട് എല്ലാം അതിലുണ്ട്. അതേപോലെ സ്ഫടികം, ഈ സിനിമകൾക്കൊക്കെയും അത്തരത്തിലുള്ളൊരു ഓറയുണ്ട്. ലൈക്ക് ഒരു മാസ് എന്നുള്ളൊരു രീതിയിലേക്കും, അല്ലെങ്കിൽ മോഹൻലാലിൻ്റെ സൂപ്പർ ഡയലോഗുകൾ, അങ്ങനെ ഒരു താരപരിവേഷം ഈ സിനിമകളിലൊക്കെ കാണാം. അപ്പം അത്തരത്തിലുള്ള സിനിമകൾ കാണാനാണ് ആളുകൾ വീണ്ടും തിയേറ്ററിലേക്ക് എത്തിയിരുന്നത്. ഇപ്പം നമ്മൾ മമ്മൂട്ടി ചിത്രങ്ങൾ എന്തുകൊണ്ട് വീണ്ടും റിലീസിന് എത്തിയിട്ട് അതാരും അറിയാതെ പോകുന്നു എന്നൊരു സംശയം ഉണ്ടായിരുന്നല്ലോ, അല്ലെങ്കിൽ അതിനൊരുപാട് ചർച്ചകൾ ഉണ്ടായിരുന്നു. ആ സമയത്ത് പറഞ്ഞിരുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം തെരഞ്ഞെടുപ്പുകളിലുള്ള പ്രശ്നമാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ പി ആർ വർക്കും കാര്യങ്ങളും അതൊന്നും അത്ര നല്ല രീതിയിലല്ല പോയിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ രീതിയിലുള്ള വിമർശനങ്ങളാണ് ആ സമയത്ത് ഉണ്ടായിരുന്നത്. ഇപ്പം മമ്മൂട്ടി ചിത്രങ്ങൾ തെരഞ്ഞെടുപ്പുകളിൽ ഒരു പ്രശ്നം വരുന്നു എന്ന് പറയുമ്പോൾ ഇവിടെയും എനിക്ക് തോന്നുന്നു ഇത്തരത്തിലുള്ളൊരു തെരഞ്ഞെടുപ്പ് പ്രശ്നങ്ങൾ മോഹൻലാൽ ചിത്രങ്ങളിലും ഇപ്പോൾ കാണുന്നതായിട്ട് തോന്നുന്നു. ഇപ്പം അനുഷ പറഞ്ഞ പോലെ തന്നെ നമ്മൾ മോഹൻലാൽ ചിത്രങ്ങൾ തിയേറ്ററിൽ കാണാൻ വേണ്ടി എത്തുന്നത് കാര്യമായിട്ടും അതൊരു ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ കരയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മോഹൻലാൽ ഭയങ്കര സങ്കടത്തിലൂടെ കടന്നു പോകുന്നത് കാണാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നില്ല ആരാധകർ റിലീസിന് എത്തുന്ന സിനിമകൾ തിയേറ്ററിൽ പോയി കാണും എന്നുള്ളത്. ആ അഭിനയത്തിനപ്പുറത്തേക്ക് നമുക്കൊരു ഓളം വേണം, ഒരു ഹാപ്പിനെസ് ഉണ്ടാവണം, അത് ആഘോഷമാക്കണം എന്നുള്ള രീതിയിലേക്കാണ് ആളുകൾ തിയേറ്ററിലേക്ക് എത്തുന്നത്. അപ്പോൾ ഉദയനാണ് താരത്തിൽ എന്ന സിനിമ തിയേറ്ററിലേക്ക് എത്തുമ്പോൾ അൻഷ പറഞ്ഞൊരു പോയിന്റ് വാലിഡാണ്. അതിനുള്ളിൽ മോഹൻലാലിൻ്റെ മാസ് ആയിട്ടുള്ള ഡയലോഗുകളോ ഡാൻസോ അല്ലെങ്കിൽ വലിയ വലിയ കാര്യങ്ങളോ ഒന്നുമല്ല, ഒരു സമ്മർദ്ദത്തിലൂടെ കടന്നു പോകുന്ന ഒരു മോഹൻലാലിനെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ റൺ ബേബി റൺ സിനിമ നല്ല പാട്ടുണ്ടായിരുന്നു, എന്നിട്ട് അതൊരു ഹൈപ്പിലേക്ക് എത്തിയിട്ടില്ല. അപ്പം ഈ സിനിമയും
എത്തുമോ എന്നുള്ളതൊരു ഫാക്ടറാണ്. പിന്നെ ഇത് വേറെ ആരാധകരൊന്നും കൂടെ തിയേറ്ററിൽ കാണാൻ എത്താനുള്ള ഒരു ഘടകം മോഹൻലാൽ ശ്രീനിവാസൻ കോംബോ ഉണ്ട്, ഭാവനയുണ്ട്, ജഗതിയുടെ നല്ലൊരു പെർഫോമൻസ് ഉണ്ട്. അപ്പം ശ്രീനിവാസിൻ്റെ ഒരു വിയോഗം അടുത്തിടെ സംഭവിച്ചത് കഴിഞ്ഞതാണ്. അപ്പം ആളുകൾക്ക് ആ ഒരു കോംബോ വീണ്ടും കാണാൻ ഒരു ഇഷ്ടം തോന്നുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും തിയേറ്ററിലേക്ക് എത്തും. പക്ഷേ ഒരു ആഘോഷമാക്കാൻ, തിയേറ്റർ പൂരപ്പുറമ്പാക്കാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ഒരു മോഹൻലാൽ സിനിമയായിരിക്കുമോ ഉദയനാണ് താരം എന്നൊരു ചോദ്യം ഇതിനകത്തേക്ക് വരുന്നുണ്ട്. അതെന്തായാലും നമുക്ക് റിലീസ് ഇപ്പം എന്തായാലും പ്രീ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. നമുക്കൊന്നും നേരത്തെ പറയാൻ പറ്റില്ല. പക്ഷേ എങ്കിൽ കൂടിയും എനിക്ക് തോന്നുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ മറ്റ് സിനിമകളൊക്കെ റിലീസിന് വരുന്നതിന് മുൻപേ സോഷ്യൽ മീഡിയയിൽ ഒരു ഹൈപ്പ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു സിനിമയെക്കുറിച്ച് അത്തരത്തിലുള്ള ഹൈപ്പുകളൊന്നും തന്നെ കാണാനില്ല. അപ്പം റൺ ബേബി റണ്ണിനെ പോലെ ചിലപ്പോൾ തിയേറ്ററിൽ വന്നാൽ അത്ര ഓളങ്ങൾ സൃഷ്ടിക്കാതെ ചിലപ്പോൾ പെട്ടെന്ന് പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയേക്കാം ചിലപ്പോഴാണ്. അതല്ലെങ്കിൽ ചിലപ്പോൾ വലിയ രീതിയിൽ ആളുകൾ വീണ്ടും ഈ സിനിമയെ സ്വീകരിക്കാനും വലിയൊരു കളക്ഷൻ അണിയറ പ്രവർത്തകർക്ക് ലഭിക്കാനും ഒക്കെ സാധ്യതയുണ്ട്. 90കളിൽ ഇറങ്ങിയ മോഹൻലാൽ സിനിമകളും 2000-ൽ ഇറങ്ങിയ മോഹൻലാൽ സിനിമകളും ഒക്കെ ഇപ്പോഴും ജെൻസീസ് കിഡ് വരെ തിയേറ്ററിൽ പോയി ആഘോഷിക്കുന്നു എന്ന് പറയുന്ന ഒരു വൈബുണ്ട്. അതായത് റിപ്പീറ്റ് വാല്യൂ ഉള്ള, വീണ്ടും നമ്മളെ കാണാൻ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള സിനിമകളാണ് മോഹൻലാൽ ആ ഘട്ടത്തിൽ സെലക്ട് ചെയ്തതെന്നും അതുകൊണ്ട് തന്നെ ഇപ്പോഴും തിയേറ്ററിൽ അതിന് ആളുകൾ എത്തുന്നു എന്നുള്ളതുണ്ട്. നമ്മളൊക്കെ ഇപ്പം ജെൻസീസ് വന്ന സിനിമകളെക്കുറിച്ച് പറയുമ്പോൾ നമ്മളിപ്പം പറയും ജെൻസീസ് ഇപ്പോഴത്തെ ഇത്ര സിനിമകൾ ഇഷ്ടപ്പെടുന്ന ഒരാൾക്കാരല്ല എന്ന് പറഞ്ഞാലും നമ്മൾ കാണുന്നതാണ് ഈ മോഹൻലാൽ ചോട്ടാ മുംബൈ ആണെങ്കിലും രാവണപ്രഭു ആണെങ്കിലും എന്താ പറയുക, മീഡിയയിലെ കുട്ടികളടക്കം, റിപ്പോർട്ട് ചെയ്യാൻ പോയ കുട്ടികളടക്കം ഡാൻസ് ചെയ്യുന്ന വീഡിയോ വരെ വൈറലായിട്ടുണ്ടായിരുന്നു. അപ്പം അത്തരം രീതിയിൽ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് സിനിമകൾ വീണ്ടും മോഹൻലാൽ ആരാധകർ തിയേറ്ററിലേക്ക് എത്തുന്നത്. അപ്പം എനിക്കിപ്പോഴും തോന്നുന്നത് ഉദയനാണ് താരത്തിന് എലമെന്റ് വേറെ എന്തെങ്കിലും രീതിയിലേക്കൊരു ഹൈ ആരാധകർക്ക് കിട്ടിയാൽ തിയേറ്ററിലേക്ക് സ്വാഭാവികമായി വരും. അല്ലെങ്കിൽ ഇപ്പം നമുക്കറിയാം ചില സിനിമകൾ തിയേറ്ററിൽ വരുന്നതിന് മുന്നേ ഇത് മോഹൻലാലിന് മാത്രമേ ഇത്തരം സിനിമകൾ റിലീസിന് എത്തുമ്പോൾ ഒരു ഹൈപ്പ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ ആളുകൾ പറയാറുണ്ട്. സോഷ്യൽ മീഡിയയിൽ എഴുത്തുകൾ വരാറുണ്ട്. എന്താ പറയുക, താരാരാധന മൂത്ത് 2 വിഭാഗം 3 വിഭാഗമായി തിരിഞ്ഞുകൊണ്ട് ചർച്ചകൾ ഉണ്ടാവാറുണ്ട്. ആ സിനിമയുടെ മെറിറ്റും നെഗറ്റീവ് സൈഡും ഒക്കെ സംസാരിക്കാറുണ്ട്. പക്ഷെ ഇപ്പം ഈ ഉദയനാണ് താരം എന്ന് പറയുന്ന സിനിമ എത്തുന്നു, അത് എത്ര പേരിലേക്ക് എത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ പോസ്റ്ററുകൾ എത്രത്തോളം വന്നിട്ടുണ്ട് എന്നൊന്നും എനിക്ക് വ്യക്തമായിട്ടൊരു ധാരണയില്ല. അപ്പം ഈ സിനിമ വരുമ്പോൾ വീണ്ടും ആരാധകർ തിയേറ്ററിലേക്ക് എത്തട്ടെ, എല്ലാവർക്കും അതൊന്നും കൂടെ തിയേറ്ററിൽ പോയി കാണാൻ പറ്റട്ടെ എന്നൊക്കെയുള്ളൊരു ആഗ്രഹം മാത്രമേ ഉള്ളൂ. ഇപ്പം അതേസമയം നമുക്ക് ഈ റിലീസുകൾ അതിൻ്റെ എന്താ പറയുക ഒരു ആവശ്യകത, അത് ഒരുപാട് സിനിമകൾ റിലീസിനായി എത്തുന്നത് പോലുള്ളൊരു തോന്നലിപ്പുണ്ട്. കാരണം ഇപ്പം മോഹൻലാലിൻ്റെ ആണെങ്കിൽ കൂടിയും ഒരു 2-3 സിനിമകൾ 4 കോടിക്ക് മുകളിൽ എത്തിയതോടെ വീണ്ടും മോഹൻലാലിൻ്റെ ഒരുപാട് സിനിമകൾ റിലീസിനായി ഒരുങ്ങുന്നു എന്നുള്ളത് വീണ്ടും ഇത്തരത്തിലുള്ള റിലീസുകൾ ആവശ്യമാണോ എന്നുള്ള തരത്തിലേക്കുള്ള ഒരു ചർച്ചയും കൂടിയും അവിടെ ഉണ്ടാവുകയാണ്. അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? ഈ സിനിമകൾ റിലീസിനെത്തുമ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്കത് ആഘോഷിക്കാൻ പറ്റുന്ന സിനിമകൾ. പക്ഷേ ഒരു സിനിമ 2 സിനിമ 3 സിനിമ കുറച്ച് സിനിമകൾ നല്ല രീതിയിൽ കളക്ഷൻ നേടുകയും ചെയ്തു. പക്ഷെ നമ്മൾ കണ്ടാണ് റൺ ബേബി റൺ കളക്ഷൻ നേടിയിട്ടില്ല. അപ്പം ഇനി നമ്മൾ ഒരു ഹൈപ്പിൻ്റെ പുറത്ത് മോഹൻലാലിൻ്റെ എല്ലാ സിനിമകളും റിലീസിന് എത്തുക, അല്ലെങ്കിൽ അതിനകത്തേക്ക് ആരാധകരെത്തും, അങ്ങനെ നമ്മൾ ആരാധകരെ പ്രതീക്ഷിക്കരുത്. അല്ലെങ്കിൽ സിനിമ കാണാൻ ആഗ്രഹിക്കുന്നവരെ അവർക്ക് ഇഷ്ടമുള്ള സിനിമ ഉണ്ടാവും, അതൊരു ഓളം പിടിക്കാൻ പറ്റുന്ന സിനിമ ഉണ്ടാകും. അത്തരം സിനിമകൾ തിയേറ്ററിൽ വരുമ്പോൾ കൂട്ടമായി പോകും. നമ്മുടെ ഒരു കേരളത്തിൻ്റെ കൾച്ചർ അനുസരിച്ച് ഇന്നൊരാളുടെ സിനിമ വന്നതുകൊണ്ട് മാത്രം തിയേറ്ററിൽ പോയി കാണും എന്ന് പറയുന്ന ഒരു എലമെന്റ്സ് ഇല്ല. അതിനുള്ളിൽ നമ്മളെ തിയേറ്ററിൽ എത്തിക്കുന്ന എന്ത് ഫാക്ടറാണ്, നമുക്ക് എത്രത്തോളം അത് എൻജോയ് ചെയ്യാൻ പറ്റും എന്നൊക്കെ ഇരുന്നുണ്ട്. കാരണം നമ്മളൊക്കെ TV-യിൽ ഈ സിനിമകളൊക്കെ നിരവധി തവണ കണ്ടതാണ്. അപ്പോൾ അത് തിയേറ്ററിൽ കാണണമെന്ന് പറയുമ്പോൾ അതിന് എന്തെങ്കിലും ഒരു എക്സ്ട്രാ ഒരു കാര്യം ഉണ്ടാവണം. ആ കാര്യം ഇത്രയും മോഹൻലാൽ ഇറങ്ങി ഇത്രയും സിനിമകൾക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ഈ 2 സിനിമകളുടെ നമ്മൾ മറ്റു രീതിയിൽ നോക്കുകയാണെങ്കിൽ സിനിമയ്ക്ക് ഒത്തിരി മെറിറ്റ്സ് ഉള്ള സിനിമയാണ്. പക്ഷെ നമ്മളൊരു ഹൈ നമുക്ക് തരാൻ പറ്റുമോ തിയേറ്ററിൽ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അപ്പം കളക്ഷൻ നേടുന്നു എന്നതുകൊണ്ട് മാത്രം മോഹൻലാലിൻ്റെ പഴയകാല എല്ലാ ചിത്രങ്ങളും റിലീസിന് എത്തരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം നമ്മൾ കണ്ടാണ് മമ്മൂട്ടിയുടെ ഒത്തിരി നല്ല കഥാപാത്രങ്ങൾ തിയേറ്ററിൽ എത്തിപ്പോയി. പക്ഷെ അതിന് റിലീസിന് എത്തിയപ്പോൾ ആളുകൾ എത്തിയില്ല. അതിൻ്റെ ഒരു റീസൺ മമ്മൂട്ടി എന്ന് പറയുന്ന മഹാനടനോട് നമുക്ക് ആർക്കും ഇഷ്ടമില്ലാത്തത് കൊണ്ടൊന്നും അല്ല. പക്ഷെ അതിനൊരു വിഷമിക്കുന്ന അല്ലെങ്കിൽ കരയിപ്പിക്കുന്ന അല്ലെങ്കിൽ ചിന്തിപ്പിക്കുന്ന തരത്തിലുള്ള സിനിമകൾ തിയേറ്ററിലേക്ക് വീണ്ടും എത്തുമ്പോൾ അതല്ല ആളുകൾക്ക് വേണ്ടേ എന്നുള്ളത് കൊണ്ടാണ്. നമ്മൾ TV-യിൽ ഇത്രയധികം കണ്ടു നിർത്തുമ്പോൾ തിയേറ്ററിലേക്ക് നമ്മളെ എത്തിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു എലമെന്റ്സ്, നമുക്ക് ഹൈ തരുന്ന ഹാപ്പിനെസ് തരുന്ന ഒരു എലമെന്റ്സ് ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് ആരാധകർ തിയേറ്ററിലേക്ക് എത്തുക എന്നാണ് എനിക്ക് തോന്നുന്നത്. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും
ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.